ഒരുങ്ങിയിരുന്നോളൂ, ഏത് സമയത്തും ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. അതെ, ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ്. ഒറ്റ മാസം മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്ന് ദിവസം കുറിക്കുകയും ചെയ്തുകൊണ്ടാണ് മോദി സർക്കാർ നിലം പതിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് പറയുന്നത്. അതായത് ഒരേ ഒരു മാസം മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നേരിടാൻ നേതാക്കളെല്ലാം തയ്യാറായി ഇരിക്കണമെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ നിതീഷിനെയും നായിഡുവിനെയും കൂട്ടിയുള്ള മോദിയുടെ പോക്ക് ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. എപ്പോൾ വേണമെങ്കിലും അത് താഴെ വീഴാം. ഇപ്പോൾ തന്നെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം മൂലം മണിപ്പൂരിനെ കുറിച്ച് ഒരു വർഷത്തിലധികം വാതുറക്കാതിരുന്ന മോദി കഴിഞ്ഞ ദിവസം ഇതേ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ തന്നെ BJPക്ക് ഭൂരിപക്ഷം കിട്ടാത്ത പാർലമെന്റിൽ NDA സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി തുടരുന്ന മോദിക്കിനി അൽപായുസുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടക്കാല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് സമയത്തും സംഭവിക്കാമെന്ന് ലാലു പ്രസാദ് യാദവ് പറയുന്നത്. RJD പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു നേതാവിന്റെ തുറന്നുപറച്ചിൽ. പാർട്ടി പ്രവർത്തകരോട് തയ്യാറായിരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് ഏത് സമയത്തും ഉണ്ടാകാം. ഡൽഹിയിലെ മോദി സർക്കാർ വളരെ ദുർബലമാണ്. അത് ആഗസ്റ്റ് മാസത്തോടെ നിലം പതിച്ചേക്കും. RJDയുടെ സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് പറഞ്ഞ കാര്യങ്ങളാണിത്. ഇവിടെ ബീഹാറിൽ മോദിയോടൊപ്പം സന്ധി ചേർന്ന നിതീഷ് കുമാറിന്റെ ഭരണപിടിപ്പുകേടിനെയും ലാലു പ്രസാദ് അടിവരയിട്ടു പറഞ്ഞു. അതായത് തുടർച്ചയായി പാലങ്ങൾ തകരുന്നതിൽ ബീഹാറിലെ നിതീഷ് സർക്കാർ പ്രതിരോധത്തിലാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 10ലേറെ പാലങ്ങളാണ് ബീഹാറിൽ തകർന്നു വീണത്. കനത്ത മഴ മൂലമാണ് പാലങ്ങൾ തകർന്നതെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്നാൽ നിതീഷ് സർക്കാരിന്റെ അഴിമതിയാണ് പാലങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് നിതീഷിനിട്ട് RJD നേതാവ് കൊട്ടുകൊടുത്തത്. എന്തായാലും മോദി മന്ത്രിസഭയ്ക്ക് ഒറ്റ മാസം എന്നുള്ളതാണ് നേതാവിന്റെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത്.